നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സ്റ്റോക്ക് ട്രേഡിംഗ് സ്ട്രാറ്റജി, അതായത് നമുക്ക് സ്റ്റോക്കുകൾ എങ്ങനെ പിക്ക് ചെയ്ത് കറക്റ്റ് ടൈമിൽ എൻട്രി എക്സിറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പം ഞാൻ കാണിക്കുന്ന ലൈവ് മാർക്കറ്റിലാണ്. ഇതിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. കോളർ വാട്സ്ആപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് DLFന്റെ ചാർട്ടാണ്. ഇതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ്. നമുക്ക് ഇതിനകത്ത് റെഡ് ഡൗൺ ആര കാണിക്കുന്ന സെല്ലിയാളും ഗ്രീൻ വരുന്ന ബൈ ചെയ്യാൻ ഇൻഡിക്കേഷൻ, അതായത് സോഫ്റ്റ് നമുക്ക് സിഗ്നൽസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചിട്ട് ഇതിനകത്ത് സിഗ്നൽസ്, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് ഇതെല്ലാം വരും. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സിഗ്നൽ വരുന്നത് കൺഫേം ആണെന്ന് നോക്കിയ ശേഷം ട്രേഡ് നിങ്ങൾ മാനുവലി നിങ്ങളുടെ ബ്രോക്കറിന്റെ പ്ലാറ്റ്ഫോമിൽ എക്സിക്യൂട്ട് ചെയ്യണം. ഇപ്പോൾ സിഗ്നൽ വരുമ്പം ഇത് അലേർട്ട് മെസ്സേജും വരും. ഏറ്റവും മേഖല എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ലാസ്റ്റ് വന്ന സിഗ്നൽ എടുക്കുകയാണെങ്കിൽ സെല്ല് റെഡ് ഡൗൺ ആര, അതായത് സെൽ സിഗ്നൽ വന്നത്, സെല്ല് വന്നതെന്ന് വെച്ചാൽ 882.10 വന്നിരിക്കുന്ന 1 മണിക്ക് ശേഷം വന്ന ട്രേഡാണ്. അപ്പം നമ്മൾ സിഗ്നൽ വരുമ്പം എൻട്രി ചെയ്യുന്ന മുന്നായിട്ട് അത് കൺഫേം ആണോ നോക്കുക. കൺഫർമേഷൻ ഇത്രയുള്ള ആരോ വന്ന ശേഷം തൊട്ട് താഴത്തെ ബാർ എന്തായിരിക്കണം, റെഡ് ആയിരിക്കണം. ആരോ വന്ന ശേഷം തൊട്ട് താഴത്തെ ബാർ റെഡ്, പ്രൈസ് ഇവിടെ സെൽ സോൺ ആയിരിക്കണം. രണ്ട് കൺഫർമേഷൻ ഉള്ളു. സെല്ല് വന്ന ശേഷം ഈ 2 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുക. സിഗ്നൽ വരുമ്പോൾ തന്നെ ഏറ്റവും താഴത്ത് നോക്കുകയാണെങ്കിൽ 3 ടാർഗറ്റ് ലെവൽസും സ്റ്റോപ്പ് ലോസും ഡിസ്പ്ലേ ആവുക. അപ്പം നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ആണ്. മാർക്കറ്റ് ഇറങ്ങുന്നതോടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യും. അപ്പം നമുക്ക് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ബൈ ആണെന്നുണ്ടെങ്കിലോ ഈ ആരോ വന്ന ശേഷം തൊട്ട് താഴത്തെ ബാർ ഗ്രീൻ തന്നെ ആയിരിക്കണം. പ്രൈസ് ഇവിടെ സെൽ സോണിന് വരും ബൈ സോണിലോട്ട് വരണം. അപ്പം ഈ ഒരു ബൈ നോക്കുകയാണെങ്കിൽ ഇത് കൺഫേം അല്ലായിരുന്നു. അപ്പം നമ്മൾ ഇത്തരം കൺഫർമേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഫേക്ക് സിഗ്നൽസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആവശ്യമുള്ള സ്റ്റോക്കുകൾ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് സിഗ്നൽ ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ പിക്ക് ചെയ്യുക എന്നുള്ള, ഇതുപോലെ കൺഫേം ആണെങ്കിൽ എടുക്കുക. ഇതിൽ തന്നെ നമുക്കൊരു സ്കാനർ അവൈലബിൾ ആണ്. നമുക്ക് ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഒറ്റയടിക്ക് നമുക്ക് ട്രെൻഡ് അറിയാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഈ ഒരു സ്ട്രാറ്റജി കൂടി നമുക്ക് ഫ്രീ ആയിട്ട് അപ്ഡേറ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ലൈവ് പെർഫോമൻസ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.